കോപ്പ അമേരിക്ക നിലനിർത്തിയതിനു ശേഷമുള്ള ആദ്യ അന്താരാഷ്ട്ര മത്സരത്തിൽ മികച്ച വിജയം തന്നെ നേടാൻ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചു. ചിലിയെ 3-0 ആൽബി സെലസ്റ്റികൾ തകർത്തത്. മെക്കലിസ്റ്റർ ഒരു ഗോൾ നേടി. അൽവാരസ് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ ഡിബാലയുടെ വകയായിരുന്നു മൂന്നാമത്തെ ഗോൾ. മെക്കലിസ്റ്ററിന്റെ ഗോളിന് അസിസ്റ്റ് ചെയ്തത് അൽവാരസ് ആയിരുന്നു. അൽവാരസ് മനോഹരമായ ഒരു ഗോളാണ് നേടിയത്. 20 യാർഡ് അകലെ നിന്നുള്ള ഒരു തകർപ്പൻ ഗോളാണ് അൽവാരസ് നേടിയത്. ഇതിനൊപ്പം തന്നെ വലിയ ചർച്ചയായ ഒരു ഗോളാണ് പോലോ ഡിബാലയുടേത്. ഡിബാല നേടിയ ഗോളിനും വലിയ ഒരു തിളക്കമുണ്ട്. കാരണം അദ്ദേഹം ലയണൽ മെസ്സിയുടെ 10ാം നമ്പർ ഷർട്ട് അണിഞ്ഞാണ് കളിച്ചത്. മെസ്സിയുടെ അഭാവത്തിൽ, മെസ്സി പരിക്ക് കാരണം ടീമിൽ ഉണ്ടായിരുന്നില്ല, മെസ്സിയുടെ അഭാവത്തിൽ ഡിബാലയാണ് 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞത്. ആ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി. എന്തായാലും അതിന് നീതീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ഡിബാല കാഴ്ചവെച്ചത്. 79ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഡിബാല വന്നത്. അതിനുശേഷം 91ാം മിനിറ്റിൽ, അതായത് സ്റ്റോപ്പേജ് ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ഡിബാല ഗോൾ നേടുകയായിരുന്നു. അലജാൻഡ്രോ ഗർനാച്ചോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഡിബാലയുടെ ഗോള്. ഗർനാച്ചോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗർനാച്ചോയുടെ കുട്ടിക്കാലത്തെ ഒരു ആരാധനാ പാത്രങ്ങളിൽ ഒരാളായിരുന്നു ഡിബാല. അദ്ദേഹം ഏറെ ആരാധിക്കുന്ന ഒരു താരമാണ് ഡിബാല. ഇപ്പൊ ഡിബാലയ്ക്ക് വേണ്ടി അസിസ്റ്റ് നേടാൻ സാധിച്ചത് ഗർനാച്ചോയ്ക്കും വലിയ ആവേശകരമായ ഒരു കാര്യമായി മാറി. പണ്ട് 2016 കുട്ടിയായിരിക്കുമ്പോൾ ഡിബാലയുടെ ഷർട്ട് അണിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയൊക്കെ, അദ്ദേഹത്തിന്റെ ജേഴ്സി അണിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഇപ്പോൾ വൈറലാണ്. ഡിബാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിബാല അർജന്റീനയുടെ വളരെ മികച്ച പ്രതിഭയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും വേണ്ടത്ര രീതിയിലുള്ള അവസരങ്ങൾ ലഭിക്കാറില്ല. ഒന്ന്, മെസ്സിയുമായി സമാന ശൈലിയിലുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള ഒരു താരത്തെ വേറെ ആവശ്യമില്ല. അപ്പൊ അത് കാരണം ഇത്രയും മികച്ച ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു പ്ലെയർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ നിൽക്കുന്ന ഒരു പ്ലെയറിന് എത്രത്തോളം അവസരങ്ങൾ ലഭിക്കും എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളമായി അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. 39 മത്സരം നിന്ന് 4 ഗോളുകളാണ് ഡിബാല നേടിയത്. ഡിബാല അർജന്റീനയ്ക്കല്ലാതെ തന്നെ പോളണ്ടിനും പിന്നെ ഇറ്റലിക്കൊക്കെ വേണമെങ്കിൽ ഡിബാലയ്ക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫാമിലി ഹെറിറ്റേജ് പ്രകാരം അദ്ദേഹത്തിന് പോളണ്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇറ്റലിക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കിട്ടിയ അവസരങ്ങൾ മതി അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് ഡിബാലയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. അതായത് ഉറപ്പിച്ച് തന്നെ പറഞ്ഞിരുന്നു. കാരണം മറ്റൊരു ദേശീയ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കുമ്പോൾ എനിക്ക് ആ വൈകാരികമായുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ഞാൻ 100% അർജന്റീനക്കാരനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സൗദിയിൽ നിന്നൊരു വമ്പൻ ഓഫർ ഉണ്ടായിരുന്നു. അൽഖാസിയ എന്ന് പറയുന്ന ക്ലബ്ബ് ഏതാണ്ട് 75 മില്യൺ യൂറോ 3 വർഷത്തേക്കായിരുന്നു ഡിബാലയ്ക്ക് ഓഫർ ചെയ്തത്. പക്ഷെ അദ്ദേഹം പോയില്ല, റോമയിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. റോമയിൽ തുടരാൻ ഒരു കാരണവും അദ്ദേഹം മെയിനായിട്ട് പറയുന്നത് എനിക്ക് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കണം, യൂറോപ്പിൽ തന്നെ നിൽക്കണം, അർജന്റീന ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ളതാണ്. ഡിബാലയെ സംബന്ധിച്ച് ഡിബാല വളരെ വേഴ്സറ്റൈൽ ആയുള്ള ഒരു പ്ലെയർ ആണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കരിയറൊക്കെ യുവന്റസിൽ എത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറായിരുന്നു. വർഷങ്ങളായിട്ട് ക്ലബ് ഫുട്ബോളിൽ ഒരു ടോപ്പ് ലെവലിൽ കളിക്കുന്ന പ്ലെയർ ആണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള അവസരം അർജന്റീനയ്ക്ക് കിട്ടാറില്ല. കിട്ടിയ അവസരങ്ങളിൽ അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. ക്രൊയേഷ്യക്കെതിരെ സെമിയിൽ കളിച്ചു. അതിനുശേഷം ഫൈനലിൽ അവസാനം പെനൽറ്റി ഷൂട്ടൗട്ടിന്റെ നിർണായക അവസരം വന്നപ്പോൾ ടെഗ്ലിയോഫിക്കെ വലിച്ച് ഡിബാലയെ സ്കലോണി ഇറക്കുകയുണ്ടായത്. ഡിബാല അതിന് കറക്റ്റായിട്ട് നീതീകരണം നടത്തുകയും ചെയ്തു. കാരണം അദ്ദേഹം നിർണായകമായ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നിർണായകമായ ഒരു പെനാൽറ്റി സ്കോർ ചെയ്തു. അദ്ദേഹം ടീമിന്റെ വിജയത്തിൽ തൻ്റെ ഒരു പങ്ക് വഹിച്ചു. അതുകൂടാതെ തന്നെ നല്ലൊരു ക്ലിയറൻസ് ഉണ്ടായിരുന്നു. എംബാപ്പയുടെ വളരെ അപകടകരമായ ഒരു നീക്കം അദ്ദേഹം തടഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ടീമിന് വേണ്ടി 100% ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ എന്തായാലും അദ്ദേഹം വീണ്ടും ഗോൾ നേടിയതൊക്കെ എല്ലാവർക്കും വലിയ ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. 30 വയസ്സ് മാത്രമേ ഡിബാലയ്ക്ക് ആയിട്ടുള്ളൂ, ഇനിയും സമയം കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ലോകകപ്പിലൊക്കെ അർജന്റീനയ്ക്ക് വേണ്ടി നല്ലൊരു റോൾ ഡിബാലയ്ക്ക് വഹിക്കാനാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഡിബാല കളിക്കുന്നതും ഡിബാല ഗോൾ നേടുന്നതൊക്കെ അർജന്റീന ഫാൻസിനാണെങ്കിലും അദ്ദേഹത്തിന്റെ ഫാൻസിനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യമാണ്. എന്തായാലും ഇത് തന്നെയാണ് ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്.